Hello students, welcome to KU FYUGP online. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാർട്ട്ണർഷിപ്പ് തിയറി ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, എൻ്റെ മുമ്പത്തെ വീഡിയോസ് എല്ലാം എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അശോക് ആൻഡ് ബിമൽ ആർ പാർട്ട്നേഴ്സ് സ്റ്റാർട്ടിംഗ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് 20,000 and 15,000 ഓൺ 1st ജാനുവരിയിലാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ഓക്കെ, ഇയർ എൻഡ് ചെയ്യുന്നത് 31st December ആണ്. ദ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 6,000 ബിഫോർ അഡ്ജസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 5%, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും അശോകിന് 75 റുപ്പിയും പിന്നെ ബിമലിന് 50 റുപ്പീസും, പിന്നെ സാലറി ടു ബിമലിൻ്റെ സാലറി, പിന്നെ ഡ്രോയിങ്സ് എല്ലാം കൂട്ടാതെ 6,000 പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഡ്രോയിങ്സ് അശോകിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 3,500ഉം ബിമലിൻ്റെ ഡ്രോയിങ്സ് 2,500ഉം ആണ്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബൈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് എഴുതണം, ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, പിന്നെ വല്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റലിൽ 5% അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എത്ര പെർസെൻ്റ് ആണോ അത്ര പെർസെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് അതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ 20,000 5% ആയ 1000ഉം പിന്നെ 15,000 5% ആയ 750 കൂടി ചേർത്തിട്ട് 1,750 എമൗണ്ട് കോളത്തിൽ എഴുതണം. ഓക്കെ, പിന്നെ സാലറി ടു ബിമലിൻ്റെ സാലറി വരുന്നത് 1,500 ആണ്. അപ്പോൾ അത് എഴുതുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉള്ളത് നമ്മൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, 75 റുപ്പിയും പിന്നെ 50 റുപ്പിയും. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് 125 രൂപ. അപ്പോൾ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരിക. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നാൽ ഡെബിറ്റ് സൈഡിൽ 2 ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക പ്രോഫിറ്റ്. ഈ കേസിൽ നമ്മൾ 3:2 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനും കൂടെ ചേർത്തിട്ട് പ്രോഫിറ്റ് വരിക 2,875 ആണ് ടോട്ടൽ പ്രോഫിറ്റ് വരിക. അപ്പോൾ ഈ അക്കൗണ്ട് കഴിഞ്ഞു. ഓക്കെ, പിന്നെ അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പാർട്ട്ണറിൻ്റെയും ബാലൻസസ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, 20,000ഉം 15,000ഉം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ മുമ്പേ പ്രൊവൈഡ് ചെയ്തത് അത് ഒന്നുകൂടെ എഴുതുക, അത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഓക്കെ, 1000ഉം 750ഉം. പിന്നെ ബൈ പാർട്ട്നേഴ്സിൻ്റെ സാലറി വല്ലതും ഉണ്ടെങ്കിൽ ഈ കേസിൽ ബിമലിൻ്റെ സാലറി ഉണ്ടായിരുന്നു 1,500, അപ്പോൾ അത് എഴുതുക. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കണ്ടുപിടിച്ച പ്രോഫിറ്റ് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തല്ലോ. അപ്പോൾ ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡിവിഷൻ നമ്മൾ രണ്ടുപേർക്കും വീതിച്ച് കൊടുക്കുക. ഓക്കെ, പിന്നെ ടു ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3,500ഉം 2,500ഉം. ഓക്കെ, അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട്
അത് എമൗണ്ട് കോളത്തിൽ എഴുതുക. റെസ്പെക്റ്റീവ് പാർട്ട്നേഴ്സിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. 75 രൂപയും പിന്നെ 50 രൂപയും. പിന്നെ ബാലൻസ് അതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസിനും കൂടുതലായിട്ട് വരിക. പിന്നെ ബാലൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ 2 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസ് എഴുതുക. അതായിരിക്കും നമ്മുടെ ഫൈനൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്. ഓക്കെ, ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ അടിയിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A and B. ഓക്കെ, A and B contributes 20,000 and 10,000 rupees respectively. 20,000 10,000 ഓരോ ആൾക്കാരുടെ ക്യാപിറ്റലാണ്. എയുടെ ക്യാപിറ്റൽ 20,000 ബിയുടെ ക്യാപിറ്റൽ 10,000 ആണ്. ഓക്കെ, ആസ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ ദേ ആർ ഷെയറിങ് ദ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:1. 3:1 എന്നുള്ള റേഷ്യോയിലാണ് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4% ആണ്, 4% per annum. ആൻഡ് ബി is entitled to a salary of 4,000 per annum. പിന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇസ് 20,200. ഡ്രോയിങ്സ് 2,400 ആണ് ഈച്ച്. 2 പാർട്ട്നേഴ്സിന് 2,400 വെച്ച് ഡ്രോയിങ്സ് ഉണ്ട്. ഷോ ദ അക്കൗണ്ട്സ് ട്രാക്കിംഗ് ദ ബാലൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ആണ്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ്സ് എഴുതുക. ബൈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ 4% ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 20,000ൻ്റെ 4% എന്ന് പറയുമ്പോൾ 800 ആണ്. 10,000ൻ്റെ 4% കണ്ടുപിടിച്ചിട്ട് അത് 400 ആണ്. രണ്ടും കൂടെ ചേർത്തിട്ട് 1,200 ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ബീൻ്റെ സാലറി, ബി ഈസ് എൻറ്റൈറ്റിൽഡ് ടു സാലറി ഓഫ് 4,000. ഓക്കെ, 4,000 സാലറി എഴുതണം. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ അത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമ്മളത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ 2 ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 3:1 റേഷ്യോ. ഈ ക്വസ്റ്റ്യനിൽ 2 പാർട്ട്നേഴ്സും 3:1 റേഷ്യോയിലാണ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 15,000 ആണ് നമുക്ക് ഹോളായിട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ 15,000ൻ്റെ 3/4ഉം 15,000ൻ്റെ 1/4ഉം കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, പ്രോഫിറ്റ്. അത്രേ ഉള്ളൂ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. പിന്നെ വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ക്വസ്റ്റ്യനിലാണ്, ഈ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെ ക്യാപിറ്റൽ ബാലൻസ് മാത്രം എഴുതിയാൽ മതി. അത് ഓർത്ത് വയ്ക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുന്ന ഒരു മെത്തേഡാണ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുമ്പോൾ 20,000ഉം 10,000ഉമാണ് വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതേ ബാലൻസ് തന്നെ നമ്മൾ 2 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, അക്കൗണ്ട് വേറെ ഒന്നും വരില്ല, കാരണം അത് ഫിക്സ്ഡ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, പിന്നെ അടുത്തത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ ബാക്കി ഏത് ട്രാൻസാക്ഷൻസും വരും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഒഴിച്ചിട്ട്, ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ട്രാൻസാക്ഷൻസും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും വരും. ലൈക്ക് ഡ്രോയിങ്സ്. അപ്പോൾ 2 ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രോയിങ്സ് എമൗണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എനും ബിനും തിരിച്ചു കൊടുക്കും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ബൈ സാലറി,
സാലറി ഉണ്ടായിരുന്നു, ബീനൊരു സാലറി ഉണ്ടായിരുന്നു 4000. ഓക്കെ, അപ്പം 4000 നമ്മൾ ബീൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതും. പിന്നെ വല്ല പ്രോഫിറ്റ്, ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബൈ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത ഡിവിസിബിൾ പ്രോഫിറ്റ് ഇല്ലേ, അത് നമ്മൾ ഓരോ പാർട്ട്ണറിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതിയിട്ട് പിന്നെ നമ്മൾ ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ കറണ്ട് അക്കൗണ്ട് ബാലൻസസ് അങ്ങോട്ട് എഴുതും. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്തോളാം. താങ്ക് യു.